ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പം ഞാൻ പറയുന്ന പ്രിൻസ് വർഗീസ് ആയിരുന്നു എൻ്റെ പേര് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ ആർട്ടിസ്റ്റ് പ്രിൻസ് എന്നാണ് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ജോയിൻ ചെയ്തു ക്ലാസ്സിൽ. ഈ ഫെബ്രുവരി ആയപ്പോൾ ഞാൻ ആർട്ട് ടീച്ചറായി. ആർട്ടൊന്നും അറിയാത്ത ആള്, ആർട്ടിനെ കുറിച്ച് ബേസിക് അറിയാത്ത ആള് പഠിച്ച് ഒരു വർഷം കൊണ്ട് ആർട്ട് ടീച്ചറായി മാറി. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ എനിക്ക് അതിൽ നിന്ന് ഇൻകം അച്ചീവ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പം കോഴ്സിലൂടെ അതിൻ്റെ ഇൻകം വരുന്നുണ്ട്. അതുപോലെ ഞാൻ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്യാതെ പറ്റില്ല. ഇൻവെസ്റ്റ് ചെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ വളരെ ലോ ആയിരിക്കും. സാറ് പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 10 വർഷമെങ്കിലും എടുക്കും ആ ഒരു രീതിയിലെത്താൻ. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മുമ്പൊന്നും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, നമ്മളെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ആർട്ട് കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് ടൈം ആയിക്കോട്ടെ, പണം ആയിക്കോട്ടെ. ഇപ്പം ക്ലാസ് ഒക്കെ ഞാൻ എടുത്ത് പർച്ചേസ് ചെയ്യുന്നത് അത് എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് പേഴ്സണലായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ എൻ്റെ ബെനിഫിറ്റ് ആയിട്ടാണ്. 2 മാസ്റ്റർ പീസ് ഇപ്പം മുന്നിലിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. ഫസ്റ്റ് വരച്ച മാസ്റ്റർ പീസ് ഞാൻ ഒരു ഇമേജ് എടുത്തിട്ടാണ് വരച്ചത്. ഒരു ഈഗിളിന്റെ പടമായിരുന്നു. അപ്പോൾ ഫോട്ടോ നോക്കിയിട്ട് എനിക്ക് അതുപോലെ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും സാറിന്റെ സപ്പോർട്ടും കൊണ്ടാണ് അത് ചെയ്തത്. പൗലോ കൊയ്ലോന്റെ ഒരു ഫേമസ് കോട്ടുണ്ട്, നമ്മളൊരു തീവ്രമായിട്ടുള്ള ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ യൂണിവേഴ്സ് ഫുള്ള് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്കത് വേറെ രീതിയിലാണ് കണക്ട് ആയിട്ടുള്ളത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അത്ര ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഫുള്ള് നമുക്ക് എതിര് നിൽക്കും. ഫസ്റ്റ് അത്രത്തോളം നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടാവും. അത് എത്ര പേർ കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്ക് ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും വരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അത്രത്തോളം പ്രശ്നങ്ങളായിരിക്കും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100% എഫേർട്ട് എടുക്കാനാണ് നമ്മൾ വിചാരിച്ചെങ്കിൽ 300% എഫേർട്ട് എടുത്താലാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു എഫേർട്ട് നമ്മൾ ഇട്ടാൽ മാത്രമാണ് ആ സക്സസ് നമ്മൾ അതിന് എലിജിബിൾ ആണ് ഉള്ളൂ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാസ്റ്റർ പീസ് തന്നെ കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ അത്രത്തോളം ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പക്ഷേ ഫൈനൽ അച്ചീവ് ചെയ്യും കേട്ടോ. ഫൈനൽ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഹൈ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. കറക്റ്റാണ്. ഫസ്റ്റ് യൂണിവേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതെ, ഇവിടെ നമുക്ക് അതെ, ഈസി ആയിട്ടൊന്നും നമുക്ക് തരത്തില്ല. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആർട്ട് ക്ലാസ് ARTCLASS എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അതിനുശേഷം വാട്സപ്പിലൂടെ തന്നെ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച ആർട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.